അപ്പോൾ നമ്മുടെ +2-ലെ 6ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഈ ചാപ്റ്ററിനെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മാത്രം, ഒപ്പം ഡെറിവേഷൻസ് മുഴുവൻ സ്റ്റെപ്പുകളും എഴുതാതെ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ എങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് എത്താം, അതാണ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ആദ്യം നോക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച സമയത്ത് അവിടെ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം ആ നിർവചനം തന്നെയാണ്, അതേ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ ബി എന്ന ലെറ്റർ കൊണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ കാണിക്കുക. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സർഫസ് ഇരിക്കുന്നുണ്ട്. ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുക, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. ഒരു സർഫസിലൂടെ പെർപെൻഡിക്കുലറായിട്ട്, അതായത് നോർമലായിട്ട് കടന്നു പോകാൻ പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ ഇവിടെ ഫ്ലക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു സർഫസ് കാണാൻ പറ്റും. ഈ സർഫസിന് നോർമലായിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് സർഫസിന് പെർപെൻഡിക്കുലറായിട്ടാണ് സർഫസ് വെക്റ്ററായിട്ടുള്ള എ വരയ്ക്കുക. അതുപോലെ ആ സർഫസിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെയാണ്, ആ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ബി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെയുള്ള ഫ്ലക്സിനെ നമുക്കറിയാം ഫൈ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ എഴുതുക. മാഗ്നറ്റിക് ഫ്ലക്സ് ആയാലും ഇലക്ട്രിക് ഫ്ലക്സ് ആയാലും ഫൈ എന്ന ലെറ്റർ തന്നെയാണ് എഴുതുക. നമ്മൾ ഫൈ ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. ബി എ കോസ് തീറ്റ എന്നുള്ളതാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ വരുന്നത്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ബി എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന ഏരിയ, ആ സർഫസിൻ്റെ ഏരിയ വെക്ടറെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കോസ് തീറ്റ എന്ന് പറയുന്നത് ബിയും എയും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് കോസ് തീറ്റ എന്ന് പറയുന്നത്. ബി ഡോട്ട് എ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഫ്ലക്സ് ഈക്വൽ ടു ബി ഡോട്ട് എ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് കിട്ടുക. നമ്മളതിൻ്റെ എക്സ്പാൻഡഡ് ഒരു വേർഷൻ നമ്മൾ പഠിച്ചു വയ്ക്കുക. അടുത്തത് ഈ ഭാഗത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ യൂണിറ്റാണ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ടെസ്ല മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് ഇതിൻ്റെ യൂണിറ്റ്. ഈ യൂണിറ്റ് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അല്ലെങ്കിൽ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഫൈ ഈക്വൽ ടു ബി ഡോട്ട് എ ആണ് ടെസ്ല മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ബിയുടെ യൂണിറ്റ് ടെസ്ലയാണ്, എയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ ബിയുടെ യൂണിറ്റ് ആണ് ടെസ്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് അതുകൂടി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കേണ്ടത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളതാണ്. കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവുന്നു, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ നേരെ റിവേഴ്സ് കേസും പോസിബിൾ ആണ് എന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. അതായത് ഇപ്പോൾ ഇവിടെ ഉണ്ടായത് എന്താ, കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അതിന് നേരെ റിവേഴ്സ് കേസ്, അതായത് എന്താ, ചേഞ്ച് ഇൻ ഫീൽഡ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാണ്, ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമ്മൾ കണ്ടെത്തി. ആ ഫിനോമിനേനെ പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഫിനോമിന ഓഫ് വിച്ച് ഇലക്ട്രിക് കറണ്ട് ഈസ് ജനറേറ്റഡ് ബൈ വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ആധികാരികമായിട്ടുള്ള ഒരു ലോ എന്ന് പഠിക്കാനുള്ളത് ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലോ തന്നെയാണ്. ഈ ലോ പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കോയിലിൽ, ആ കോയിലിനോട് ചേർന്നിട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരികയാണെങ്കിൽ ആ ഫ്ലക്സിന് ഉണ്ടാക്കിയ ചേഞ്ച് ആ കോയിലിനകത്ത് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഒരു കോയിലുണ്ട്, ആ കോയിലിനകത്ത് ഒരു ഫ്ലക്സിന് ചേഞ്ച് വരുന്നുണ്ട്, ഒരു വാരിയിങ് ഫ്ലക്സ് അനുഭവപ്പെടുന്നുണ്ട്. ഈ വാരിയിങ് ഫ്ലക്സ് ഈ കോയിലിനകത്ത് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് EMF പ്രൊഡ്യൂസ് ചെയ്യും. EMF എന്ന് പറയുന്നത് ശരിക്കും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് അതിന് ഫുൾ ഫോം എങ്കിലും അത് ഉദ്ദേശിക്കുന്ന അവിടുത്തെ വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യലിനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഫാരഡേയുടെ ലോ നമുക്കൊരു ഇക്വേഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതിങ്ങനെയാണ് ഫാരഡേ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്സലോൺ, അവിടെ ഉണ്ടാകുന്ന EMFനെ, ആ കോയിലിനകത്ത് ഉണ്ടാകുന്ന EMFനെ അപ്സലോൺ വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്സലോൺ ഈക്വൽ ടു dφ/dt. d/dt എന്നുള്ള ഡെറിവേറ്റീവ്, ടൈം ഡെറിവേറ്റീവ് ടേം നമ്മൾ ഉപയോഗിക്കുക റേറ്റ് ഓഫ് ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ വെലോസിറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് d/dt ഓഫ് എക്സ്, അതായത് dx/dt എന്ന് പറയുന്നതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സെന്റൻസിൽ എഴുതുമ്പോൾ നമ്മൾ പറയുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. അതിൽ നമ്മൾ പറയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ, അതായത് dv/dt ആണ് ആക്സലറേഷൻ. അതേപോലെ ഇവിടെ
d/dt അഥവാ d∅/dt ആണ് നമുക്ക് എന്ത് തരുന്നത്, അപ്സലോൺ തരുന്നത്. ടൈം ഡെറിവേറ്റീവ് ഓഫ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് നമുക്ക് എന്ത് തരുന്നു, ഒരു EMF ആ കോയിലിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതാണ് ഫാരഡെ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫാരഡയുടെ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡയറക്ഷനെ കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും സൂചിപ്പിക്കുന്നില്ല. ഫാരഡെ ശരിക്കും പറഞ്ഞത് അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, അവിടെ ഉണ്ടാകുന്ന EMFന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അതിനൊരു ഡയറക്ഷനും അതിൻ്റെ മറ്റ് പൊളാരിറ്റിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് ലെൻസസ് ആണ്. ലെൻസസ് ലോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ആ ഉണ്ടാകുന്ന ഫാരഡയുടെ ലോ പ്രകാരം അവിടെ ഉണ്ടാകുന്ന EMFന്റെ ഡയറക്ഷനെ കുറിച്ചിട്ടാണ് ലെൻസസ് ലോ പറയുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, അതെപ്പോഴും ശ്രമിക്കുന്നത് ട്രൈ ടു ഒപ്പോസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് എന്നുള്ളതാണ്. അതായത് അവിടെ ഉണ്ടാകുന്ന EMF അതിനകത്തുണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ, അതിനെ എതിർക്കുന്ന തരത്തിലായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് EMFനെ ഏകദേശം ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ, നമ്മൾ ആ എഗെയിൻസ്റ്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് എന്ന് കാണിക്കാൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ആ മൈനസ് സൈൻ. മൈനസ് നേരത്തെ ഫാരഡയുടെ ബാക്കി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് d∅/dt. അപ്പോൾ അപ്സിലോൺ ഈക്വൽ ടു മൈനസ് d∅/dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ ഫാരഡയുടെ ലോവിന് ഒരു ഡയറക്ഷൻ കൂടി കിട്ടി. ആ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് ലെൻസസ് ലോയാണ്. ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ദ EMF ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ദ കോസ്. കോസ് എന്ന് പറയുന്നത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സിന്റെ ചേഞ്ച് ആണ് നമ്മുടെ കാരണം. ഒരു EMF ഉണ്ടാക്കാൻ കാരണം ഫ്ലക്സിന്റെ ചേഞ്ച് ആണല്ലോ. ആ ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും കാണിക്കുക. അതിന്റെ നെഗറ്റീവ് സൈൻ നമ്മൾ യൂസ് ചെയ്തു. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന രണ്ട് കാര്യമാണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ കാര്യം നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. ആ കോയിൽ ഒരു ടേൺ ആണെങ്കിലാണ് ഇത് കിട്ടുന്നത്. n ടേൺസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, ഒരു n കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയും ടേൺസ്, ഒരു ടേൺ മൈനസ് d∅/dt ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ n ടേൺസ് ഉണ്ടെങ്കിൽ, n നമ്പർ ഓഫ് ടേൺസ് അല്ലേ, n ലൂപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ ഉണ്ടാക്കുന്ന EMF എന്ന് പറയുന്നത് n d∅/dt ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു കാര്യമാണ് നമ്പർ ഓഫ് ടേൺസ്. രണ്ടാമത് EMF നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഈ ക്വാണ്ടിറ്റി. അത് ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഫൈനലി ഇതിൽ നമ്മൾ നോക്കേണ്ട ലാസ്റ്റ് ഒരു സിംഗിൾ പോയിന്റ് ആണ് എന്ന് പറയുന്നത് ലെൻസസ് ലോ ഏത് ക്വാണ്ടിറ്റിയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കുറേ കൺസർവേഷൻസ് പഠിക്കാറുണ്ട്. കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് ചാർജ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലെൻസസ് ലോ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ടായിട്ട് മനസ്സിലുണ്ടാവണം. ലെൻസസ് ലോ ഫോം ചെയ്തിട്ടുള്ളത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വെച്ചിട്ടാണുള്ളത്. ഇതൊരു 1 മാർക്കിനൊക്കെ എപ്പോഴും ചോദിച്ച് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇതിനകത്ത് ഇനി നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതായത് EMF, മോഷണൽ EMF ആണ് നമുക്കിവിടെ നോക്കേണ്ടത്. അതിനുവേണ്ടി ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ് നമുക്കിവിടെ കണ്ടത്. ചോദ്യം ചോദിക്കുക, ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ മോഷണൽ EMF എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഒരു കണ്ടക്ടർ, ഈ കാണുന്ന രീതിയിൽ ഒരു കണ്ടക്ടർ ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ കണ്ടക്ടർ വെച്ചിട്ടുള്ളത് ഇവിടെ കുറേ ഇൻഡു ഇട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ഇൻഡു എന്നതിനെ പറ്റിയിട്ട് നോക്കിയിട്ടുണ്ടോ? ഈ ഇൻഡു എന്ന് പറയുന്നത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡു ആയിട്ട് കൊടുത്തിട്ടുള്ളത്? ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്ലെയിൻ ഉണ്ടല്ലോ, ഈ പ്ലെയിനെ പെർപെൻഡിക്കുലർ ആയി ഇൻസൈഡിലേക്ക്, ഉള്ളിലേക്ക് പോകുന്ന തരത്തിലാണ് ഫീൽഡ് പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡു സൈൻ വന്നിട്ടുള്ളത്. ഇത് ഈ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് നമ്മൾ ഒന്നുകിൽ ഇൻഡു സൈൻ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഡോട്ടഡ് സൈൻ കൊടുക്കുക. ഈ രണ്ടും വ്യത്യാസമുണ്ട്. ഇവിടെയുള്ള ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്കും പോകാം, അതുപോലെ ഇതിന്ന് എന്ത് ചെയ്യാം, പുറത്തേക്കും വരാം. ഈ പ്ലെയിനിന് പുറത്തേക്കും വരാം, അല്ലെങ്കിൽ ഈ പ്ലെയിനിന് ഉള്ളിലേക്കും പോകാം. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻഡു സൈനും അല്ലെങ്കിൽ ഡോട്ടഡ് സൈനും ഉപയോഗിക്കുന്നത്. ഇൻഡു സൈൻ എന്ന് കഴിഞ്ഞാൽ ആ പ്ലെയിനിന്റെ ഉള്ളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. ഫീൽഡ് ഈ പ്ലെയിനിന്റെ ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇൻഡു സൈൻ ഇടുക. ഫീൽഡ് ഈ പ്ലെയിനിന് പുറത്തേക്കാണ് വരുന്നതെങ്കിൽ ഡോട്ടഡ് സൈനാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് ആലോചിച്ചിരിക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ഏരോനെ ആലോചിച്ചാൽ മതി, അമ്പ്. ഈ ഒരു ഏരോ നമ്മൾ ഈ ഒരു സർഫസിലേക്ക് ഒരു ഏരോ നമ്മൾ അയക്കുകയാണെങ്കിൽ ഈ ഏരോന്റെ വാൽ ഭാഗമല്ലേ നമുക്ക് കാണാൻ പറ്റുക. അവിടെ എന്താ, ഫെദറൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ഇൻഡു ഷേപ്പാണ് നമുക്ക് കാണാൻ പറ്റുക. മറിച്ചൊരു ഏരോ ഈ സർഫസിൽ നിന്ന് നമ്മുടെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ ഈ ഏരോയുടെ ടിപ്പ് അല്ലെ നമുക്ക് കാണാൻ പറ്റുക. അതായത് അത് നമ്മുടെ അടുത്തേക്കാണ് അല്ലെങ്കിൽ സർഫസിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇൻഡു കൊടുത്തിരുന്നത് സർഫസിന്റെ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഇൻഡു കൊടുത്തിട്ടുള്ളത്. ഈ ഫീൽഡിലാണ് എന്തിനെ വെച്ചിട്ടുള്ളത്, ഈ ഫിക്സഡ് ആയിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഈ കണ്ടക്ടറിന്റെ ഈ ഭാഗം വെച്ചിട്ടുള്ളത്. ഞാൻ ഈ ഭാഗം മാത്രം എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ അറേഞ്ച്മെന്റ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
അപ്പോൾ ഇതിനെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വി വെലോസിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി സാധിക്കും. ഈ അറേഞ്ച്മെന്റിലെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇവിടെ ഇതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X ആണ്. X ഇട്ട് കൊടുക്കാൻ കാരണം തന്നെ ഈ പറയുന്ന കണ്ടക്ടർ ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഈ Xന്റെ ഡിസ്റ്റൻസ് കുറയും കൂടും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് ഇവിടുത്തെ EMF എങ്ങനെ കണ്ടുപിടിക്കുക, അതാണ് നമുക്ക് എക്സാം ഓറിയന്റഡ് നമുക്ക് അത്ര ആവശ്യമുള്ളൂ. ഇവിടുത്തെ EMF, ഇനി ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇവിടെ എന്തുണ്ടാവുന്നത്, EMF ഉണ്ടാവുന്നത്. EMF ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് നമുക്ക് ആവശ്യം. ഇവിടെ നമുക്ക് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്, പക്ഷേ നമ്മുടെ കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്. അതായത് ഈ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ സർഫസിലുള്ള ഫീൽഡിനെ കട്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്ന് പറഞ്ഞാൽ ഈ സർഫസിലുള്ള ഫ്ലക്സിന് ചേഞ്ച് വരുന്നു. ടൈമിനനുസരിച്ച് ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഒരു ഇതിന് കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യും, EMF ഫ്ലോ ചെയ്യും. അങ്ങനെ കണ്ടക്ടറിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന EMF ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്, ഒരു മോഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് മോഷണൽ EMF എന്ന് പറയുന്നത്. ആ മോഷണൽ EMFന്റെ എക്സ്പ്രഷൻ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ, BA cos തീറ്റയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി, തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അതായത് നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് ആർക്ക് തമ്മിലുള്ള ആംഗിളാ, ബിയും എയും തമ്മിലുള്ള ആംഗിളാണ്. ഫ്ലക്സ് എങ്ങോട്ടാ പോകുന്നത്, ഫ്ലക്സ് ഉള്ളിലേക്കാണ് പോകുന്നത്. ആ നമ്മുടെ എ എന്ന് പറഞ്ഞ ഏരിയ വെക്ടർ ആണ്. ഏരിയ വെക്ടർ എന്താണ്, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്, നോർമൽ ആയിട്ടാണ് ഏരിയ വെക്ടർ അനുഭവപ്പെടുക. ചുരുക്കി പറഞ്ഞാൽ ബിയും എയും, നിങ്ങൾ ഇത്രയും ആലോചിക്കണ്ടോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും ആലോചിക്കണ്ടോ, ബിയും എയും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് കോസ് തീറ്റ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും, 1 ആയിരിക്കും. നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, φ = BA എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് റൈറ്റ് ആംഗിൾ ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എല്ലും ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എക്സും ആണ്. അപ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ബി അതുപോലെ എഴുതി ഏരിയയ്ക്ക് പകരം നമുക്ക് LX എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഫൈക്ക് ഒരു പുതിയൊരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ട് കൊടുക്കണം, നമ്മുടെ ഫാരഡേയുടെ ലോയിൽ ഇട്ട് കൊടുക്കണം. ഫാരഡേ ലോ നമുക്ക് ഒന്നുകൂടി പറയാം, എപ്സിലോൺ = -d∅/dt ആണ്. -d/dt അവിടെ നിലനിർത്തുക. ഫൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അതായത് BLX നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഈ ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഏതാ, ഈ കാണുന്ന ലെങ്ത് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഏത് മാത്രമാണ് മാറുക, X എന്ന് പറഞ്ഞ മാത്രമാണ് മാറുക. എങ്ങനെ X മാറുന്നത്, ഈ കണ്ടക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതുകൊണ്ട് X മാത്രം നമുക്ക് മാറും. അതുകൊണ്ട് ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബിനെയും മൈനസ് ഓൾറെഡി പുറത്തുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബിനെയും എല്ലിനെയും പുറത്തെടുത്തു. ബാക്കി നമുക്ക് എന്തുണ്ട്, d/dt of X. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ dx/dt എന്ന് വെച്ചാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് ആണ് X അല്ലെ, രണ്ട് സൈഡിലേക്കും പോകുന്ന ഈ ഡിസ്പ്ലേസ്മെന്റ് ആണ് X. അപ്പൊ dx/dt എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ വെലോസിറ്റി ആയിട്ടുള്ള V, ഈ കാണുന്ന വെലോസിറ്റി ആയിട്ടുള്ള V നമുക്ക് കിട്ടും. ആ V തന്നെയാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മോഷണൽ EMFനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഡെറിവേഷൻ 4 സ്റ്റെപ്പിലൂടെ ഡെറിവേഷൻ നമുക്ക് കിട്ടി. ഒന്നും കൂടി സിമ്പിൾ ആക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി, ഇതിന് താഴേക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കണം, φ എന്ന് പറയുന്നത് BLX ആണ്. φ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണല്ലോ. അപ്പോൾ BLX ഫ്ലക്സ് അങ്ങനെ ആലോചിച്ച് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി. പക്ഷെ അത് വന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 സ്റ്റെപ്പ് കൊണ്ട് ഉൾപ്പെടുത്തിയത്. ഇതുകൊണ്ട് എഴുതുകയാണെങ്കിൽ അതൊരു പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. അടുത്ത ടോപ്പിക്ക് ഇതിനകത്ത് നോക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ സ്പീഡിൽ ഓടിച്ച് നോക്കുക മാത്രമാണ് ഈ വീഡിയോനകത്ത് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ ഈ സെൽഫ് ഇൻഡക്റ്റൻസ് എന്നാൽ ഈ സെൽഫ് ഇൻഡക്ഷൻ എന്താണ്, ആ ഫിനോമിന എന്താണ് പറയുന്നത് നമുക്ക് നോക്കണം. ഇവിടെ നോക്കി നോക്കൂ, ഒരു കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വയറുമായിട്ട് ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കോയിലാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത്. കോയിലിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുന്നു, അതായത് ബാറ്ററി ഉപയോഗിച്ച് കറണ്ട് കൊടുക്കുന്നു. അപ്പോൾ കോയിലിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ കോയിലിന് ചുറ്റും ഇതാ കാണാൻ പറ്റും നിങ്ങൾക്ക് ഫിഗറിൽ ഒരു ഫീൽഡ് ഉണ്ടാകുന്നു. ഈ ഫീൽഡ് എന്ത് ചെയ്യുന്നു, ഈ കോയിലിന്റെ സർഫസിൽ എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലക്സ് ഉണ്ടാക്കുന്നു. ഇവിടെ നമ്മൾ
ഒരു ചേഞ്ച് ഇൻ കറണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എന്തുണ്ട് നമ്മുടെ കയ്യിൽ സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഓൺ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു AC ഇൻപുട്ട് കൊടുക്കാം. എങ്ങനെയായാലും ചേഞ്ച് ഇൻ കറണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ ഫ്ലക്സിന് എന്ത് സംഭവിക്കുന്നു? ചേഞ്ച് സംഭവിക്കുന്നു. ഈ ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഫാരഡേയുടെ ലോ പഠിച്ചു, ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു കോയിലിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ആ കോയിലിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ കോയിലിൽ നമ്മളൊരു കറണ്ട് കൊടുക്കുന്നു, ഈ കറണ്ട് ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഈ ഫീൽഡ് ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാക്കുന്നു, ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് തിരിച്ച് ഇതേ കോയിൽ തന്നെ, സെയിം കോയിലിൽ തന്നെ എന്തുണ്ടാക്കുന്നു? ഒരു EMF ഉണ്ടാക്കുന്നു. ഈ ഫിനോമിനയെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഡെഫിനിഷൻ നോക്കിയേ, ദ ഫിനോമിന ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ആൻ ഐസോലേറ്റഡ് കോയിൽ. എന്താ ഐസോലേറ്റഡ് കോയിൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡെഫിനേഷനൊക്കെ നമുക്ക് കാണാതെ അറിയേണ്ടതാണെങ്കിലും ഫുൾ ബൈ ഹാർട്ട് ചെയ്യാതെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. ഐസോലേറ്റഡ് കോയിൽ, കൊറോണ സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാക്ക് ഐസോലേഷൻ അല്ലേ, എന്ന് വെച്ചാൽ എന്താ? ഒറ്റപ്പെട്ടത്, ഒറ്റയ്ക്ക്. ഈ കോയിൽ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേറെ ഏതെങ്കിലും കോയിലോ മറ്റു സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഈ കോയിൽ ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ ഐസോലേറ്റഡ് കോയിൽ ബൈ വേരിയിങ് കറണ്ട് ത്രൂ ദ സെയിം കോയിൽ, വേറെ കോയിലില്ല, സെയിം കോയിൽ, അതിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? സെൽഫ് ഇൻഡക്ഷൻ. അപ്പൊ ഈ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഈ കോയിലിൽ തന്നെ ഒരു EMF ഉണ്ടാവുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി ആലോചിക്കേ, ഈ കടത്തി വിടുന്ന കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ചും കൂടില്ലേ? അപ്പൊ φ പ്രപ്പോർഷണൽ ടു I എന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കണ്ടെത്താം, φ Li. നമുക്ക് ഇക്വേഷൻ മാത്രം മതി, പഠിച്ചാൽ മതി, φ Li. മറ്റൊരു കാര്യം ഇതിൽ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടെ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ്. അത് നമുക്കിവിടെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഹെൻറി യൂണിറ്റ് കൂടി ചേരുമ്പോഴാണ് ഇത് ഈ ടോപ്പിക്ക് പൂർത്തിയാവുള്ളൂ. നമുക്ക് ഒരു സാധനം കൂടി ഉണ്ട് സെൽഫ് ഇൻഡക്ഷനൊപ്പം ചേർത്ത് പറയേണ്ട ഒന്നാണ് മ്യൂച്വൽ ഇൻഡക്ഷനിലാവുമ്പോൾ വ്യത്യാസം എന്താണ്? ആ കമ്പാരിസൺ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മ്യൂച്വൽ ഇൻഡക്ഷൻ പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ 2 ഡെറിവേഷൻ നമുക്ക് നോക്കാനുണ്ട്, അതിലേക്ക് വരാം. മ്യൂച്വൽ ഇൻഡക്ഷൻ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ നോക്കിയ സെൽഫ് ഇൻഡക്ഷനിൽ ഒരു കോയിലാണ് ഉണ്ടായിരുന്നുള്ളൂ, മ്യൂച്വൽ ഇൻഡക്ഷനിൽ എത്ര കോയിലുണ്ട്? 2 കോയിലുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു കോയിലിൽ മാത്രമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? എന്ത് കൊടുക്കുന്നത്? നമ്മൾ കറണ്ട് കൊടുക്കുന്നത് അല്ലെ. നോക്കിയേ, കോയിൽ 2 മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് കൊടുക്കുന്നത്. AC കറണ്ടാണ്, ആ സിമ്പിൾ കണ്ടാൽ അറിയാം, AC കറണ്ടാണ് കൊടുക്കുന്നത്. AC കറണ്ട് ഇവിടെ കൊടുത്തതിന്റെ ഫലമായിട്ട് ഇവർ എന്തുണ്ടാക്കും? ഒരു ഇലക്ട്രിക് ഫീൽഡ്, അതിനുള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ഈ ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മുടെ കോയിൽ 1നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുന്നു വെക്കുന്നത്. കോയിൽ 1നെ നോക്കി എന്തെങ്കിലും കറണ്ടോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല. ഒരു ഗാലോനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, കാരണം അവിടെ എന്തെങ്കിലും കറണ്ട് ഉണ്ടായോ നമുക്കറിയണമെങ്കിൽ നോക്കിയാൽ നമുക്കറിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കോയിലിൽ വെറുതെ നോക്കി അറിയില്ല. ഗാലോനോമീറ്റർ ഉണ്ടെങ്കിൽ ഗാലോനോമീറ്ററിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഗാലോനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ കോയിൽ 2 നമ്മൾ കറണ്ട് കൊടുക്കുന്നു, ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, കറണ്ടിന് ചേഞ്ച് വരുന്നു. ഈ കറണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡിന് ചേഞ്ച് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്, അത് എന്ത് ചെയ്യുന്നു? ഈ കോയിലിനകത്തെ ഫ്ലക്സിന് മാറ്റം വരുത്തുന്നു. ഈ കോയിലിനകത്തെ ഫ്ലക്സിന് മാറ്റം വന്നാൽ ഈ കോയിലിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മറ്റേ നമ്മുടെ ഫാരഡേയുടെ ലോ ആലോചിച്ചാൽ മതി. ഫ്ലക്സിന് ചേഞ്ച് വന്നു, ടൈമിനനുസരിച്ച് ഫ്ലക്സിന് ചേഞ്ച് വന്നു, എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈ കോയിലിനകത്ത് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഈ കോയിലിനകത്ത് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും, അതായത് ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. നമ്മൾ ബാറ്ററി വല്ലതും കൊടുത്തിട്ടുണ്ടാവും? ഒന്നുമില്ല. അത് തന്നെ ആരുടെ സ്വാധീനം കാരണം? കോയിൽ 2ന്റെ സ്വാധീനം കാരണം ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗാലോനോമീറ്ററിന്റെ റീഡിങ്ങിന് എന്ത് ചെയ്യുന്നു? ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. അവിടെ മനസ്സിലാക്കാം, അവിടെ കറണ്ട് ഉണ്ടായി. അപ്പൊ ഇവിടെ നോക്കിയേ, വേറൊരാൾ കാരണം ഈ കോയിൽ ഉണ്ടാവുക. നേരത്തെ എന്താ സംഭവിച്ചേ? ഇവൻ തന്നെ കാരണം, ഇവന്റെ ഉള്ളിൽ തന്നെ ഒരു EMF ഉണ്ടാവണമാണ് എന്ത്? സെൽഫ് ഇൻഡക്ഷൻ. ഇവിടെ എന്താ? മറ്റൊരു കോയിൽ കാരണം വേറൊരു കോയിലിനകത്ത് EMF ഉണ്ടാവുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ആ വാക്കുണ്ട് മ്യൂച്വൽ അല്ലെ, രണ്ടുപേര് തമ്മിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവൻ ഇവിടെ കറണ്ട് കൊടുക്കുന്നു, ഇവൻ കാരണം ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നു. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷന്റെ ആ ഒരു ഡെഫിനിഷൻ മാത്രം നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിൽ ആ ഡെഫിനിഷൻ മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. നമുക്ക് കൂടുതലായിട്ട് വേണ്ട സെൽഫ് ഇൻഡക്ഷൻ ആണ്. സെൽഫ് ഇൻഡക്ഷന്റെ φ Li എന്നുള്ള ഇക്വേഷൻ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന കോൺസ്റ്റന്റ് ആണ് L എന്ന് പറയുന്നത്. ആ Lന്റെ പേരാണ് ഇവിടുത്തെ L എന്ന് പറയുന്നത് ഇവിടുത്തെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഇൻഡക്റ്റൻസ്. ഓക്കെ, ഇതിനെ വിളിക്കുക ഇൻഡക്ടർ എന്നാണ് വിളിക്കുക. ഈ ഒരു ഫിനോമിനെ സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് ഫിനോമിനെ വിളിക്കുക. ഇതിനെ ഇൻഡക്ടർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കാം. വ്യത്യാസം മനസ്സിലാക്കുക. സെൽഫ് ഇൻഡക്ഷൻ ആയാലും മ്യൂച്വൽ ഇൻഡക്ഷൻ ആയാലും ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. ഓക്കെ, അവിടെ ഫ്ലക്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ടെസ്ല മീറ്റർ സ്ക്വയർ ആണ് ഫ്ലക്സിന്റെ യൂണിറ്റ്. ഫീൽഡിന്റെ യൂണിറ്റ് എന്താ? അപ്പൊ ടെസ്ല മാത്രമാണ് ഫീൽഡിന്റെ യൂണിറ്റ്. ഫ്ലക്സ് ടെസ്ല മീറ്റർ സ്ക്വയർ. ഇവിടെ നമുക്ക് കിട്ടുന്ന
സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇൻഡക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് എല്ലിന്റെ യൂണിറ്റ് ആണ് എന്ത് ഹെൻറി എന്ന് പറയുന്നത്. അടുത്തൊരു എക്സ്പ്രഷൻ നമുക്കിവിടെ നോക്കാനുള്ളത് ഒരു ഈ സോളിനോയിഡിന്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് കടത്തിവിടുകയാണ്, ഒരു സോളിനോയിഡിന്റെ ഉള്ളിലൂടെ നമ്മൾ കറണ്ട് കടത്തിവിടുന്നു. അതായത് സോളിനോയിഡിൽ ഒരു സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള ഒരു ഫിനോമിന സംഭവിക്കും അല്ലെ. സോളിനോയിഡ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ട് കടത്തിവിടുന്നു. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ഫീൽഡ് ഉണ്ടാകുന്നു. ഈ ഫീൽഡ് തിരിച്ച് ഇതിൽ എന്ത് ചെയ്യുന്നു, ഒരു EMF ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള സെൽഫ് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. വളരെ ചുരുങ്ങിയ സ്റ്റെപ്പിൽ നമ്മളിത് പരിപാടി അവസാനിപ്പിക്കും. നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം, നമുക്ക് അറിയുന്ന ഒരു കാര്യം നമുക്ക് ആദ്യം എഴുതി വെക്കാം. എന്താ, ഫ്ലക്സ് ഈക്വൽ ടു BA കോസ് തീറ്റ. അവിടെയും എന്ത് തന്നെയാണ്, തീറ്റ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, കോസ് തീറ്റ 1 ആണ്, അത് എഴുതേണ്ട ആവശ്യമില്ല. BA എന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫ്ലക്സിന് എഴുതിയാൽ മതി. ചുരുങ്ങിയ ഡെറിവേഷനിലൂടെ, ചുരുങ്ങിയ സ്റ്റെപ്പിലൂടെ നമുക്ക് എത്തുക. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കോയിൽ ഉണ്ടാക്കണതാണ് എന്ത് BA എന്ന് പറയുന്നത്. നോക്കിയേ, ഒരു കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സ് ആണ് BA എന്ന് പറയുന്നത്. സോളിനോഡിൽ എത്ര കോയിലുണ്ട് നമുക്കറിയില്ല, എത്ര കോയിലുണ്ടെന്ന് നമുക്കറിയില്ല. N നമ്പർ ഓഫ് കോയിൽ അവിടെ ഉണ്ട്, സോളിനോഡിനകത്തുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ ടോട്ടൽ ഫ്ലക്സിനെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ടോട്ടൽ ഫ്ലക്സിനെ, സോളിനോഡിനുള്ളിലത്തെ ടോട്ടൽ ഫ്ലക്സിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, NBA എന്ന് പറയാൻ പറ്റും. N എന്ന് പറയുന്നത് വേർ N ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് എവിടെ, ഇൻ ദ സോളിനോയിഡ്. ഓക്കെ, സോളിനോയിഡിനുള്ളിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് N എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ടേം നമ്മൾ 4ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിച്ചൊരു കാര്യമാണ് സ്മോൾ ലെറ്റർ N. എന്താ ക്യാപിറ്റൽ ലെറ്റർ N സ്മോൾ ലെറ്റർ N നമ്മൾ വ്യത്യാസം? ക്യാപിറ്റൽ ലെറ്റർ N നമുക്ക് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ആണെങ്കിൽ, സ്മോൾ ലെറ്റർ നമ്മളോട് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്താൽ സ്മോൾ N എന്ന് എഴുതുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആലോചിക്കുക. സോളിനോയിഡിന്റെ ഉള്ളിൽ ഒരു 1000 ടേൺസ് ഉണ്ട്. അപ്പോൾ N ആണ് 1000 എന്ന് പറയുന്നത് ആണെങ്കിൽ അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 10 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം. ഈ ഡെറിവേഷനോട് ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എന്നും ക്യാപിറ്റൽ N സ്മോൾ N തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള 1000 ടേൺസ് ആണ്. നമ്പർ ഓഫ് ടേൺസ് എത്രയുണ്ടോ അതിനെ മാനുവലി നമ്മൾ എണ്ണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, നമ്പർ ഓഫ് ടേൺസ് ആയി. പക്ഷെ സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത് എന്താ, ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ ലെങ്ത്. അതായത് എത്ര ടേൺസ് ഉണ്ട് ഡിവൈഡഡ് ബൈ ആ ലെങ്ത്, അഥവാ 100 നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ അത്രയും ടേൺസ് ഉണ്ടെന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ N പറഞ്ഞൂടെ, എങ്ങനെ പറയാൻ പറ്റും, ഇവിടെ സ്മോൾ N എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N ബൈ L. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്മോൾ L അങ്ങോട്ട് പോയാൽ പോരെ, ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോയാൽ പോരെ. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ആൾ ന്യൂമറേറ്ററിലെത്തും. ഇവിടെ ഓൾറെഡി N ഉണ്ട്, L കൂടി എത്തിക്കഴിഞ്ഞാൽ LN അല്ലെങ്കിൽ NL എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമ്മുടെ ഫൈയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. N പകരം നമ്മൾ എന്ത് എഴുതും, NL അല്ലെങ്കിൽ LN ഏതായാലും കുഴപ്പമില്ല, BA. ഓക്കെ, നമുക്കവിടെ ഒരു സാധനം കൂടി ചേർത്ത് ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പായിട്ട് എഴുതാം. നമുക്ക് സ്റ്റെപ്പുകൾ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. സോളിനോഡിനുള്ളിലത്തെ ഫ്ലക്സ് ഫീൽഡ് എന്ന് പറയുന്നത് B. സോളിനോഡിനുള്ളിലെ ഫീൽഡ് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. സോളിനോഡിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് μ0 NI ആണ്. 4ാമത്തെ ചാപ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. ആ രണ്ടും എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ N പകരം നമ്മൾ എന്ത് എഴുതി, LN എഴുതി. ഇനി Bക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, μ0 NI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഏരിയയ്ക്ക് പകരം നമ്മൾ തൽക്കാലം ഏരിയയ്ക്ക് പകരം ഒന്നും കൊടുക്കണ്ട, ഏരിയ തന്നെ എഴുതുക. ഓക്കെ, 2 N ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, N² എന്ന് എഴുതി കൂടെ. പിന്നെ μ0നെ നമ്മൾ ഒരുമിച്ച് എഴുതി, ഒരു ഓർഡറിൽ എഴുതിയെന്ന് മാത്രമല്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ ഒരു പ്രശ്നമില്ല. μ0 N² ALI അല്ലേ. A ഉണ്ട് ഇവിടെ, A ഉണ്ട്, L ഉണ്ട്, I ഉണ്ട്. ഞാനതൊരു ഓർഡറിൽ പറയാൻ എളുപ്പത്തിന് ഒരു ഓർഡറിൽ ഫൈയുടെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഫൈയുടെ മറ്റേ സെൽഫ് ഇൻഡക്ഷൻ ആവുന്ന ഫൈയുടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. എന്താ, ഫൈ ഈക്വൽ ടു LI എന്നുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇട്ട് കൊടുക്കുക. ഫൈ ഈക്വൽ ടു LI ഈ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, LI ഈക്വൽ ടു μ0 N² ALI എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ആരെ വെട്ടിക്കളയാം, ഐനെയും വെട്ടിക്കളയാം. ബാക്കി എല്ലിനെ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി, μ0 N² AL. പരിപാടി കഴിഞ്ഞു. എത്ര സ്റ്റെപ്പ് ഉണ്ട്, 1 2 3 4 5 6, മാക്സിമം 6 സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഒരു 4 5 സ്റ്റെപ്പിൽ നമുക്ക് ആ വെട്ടിക്കളയാനൊക്കെ വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാൻ പറ്റും അല്ലേ. ഒരു 4 5 സ്റ്റെപ്പിൽ ഡെറിവേഷൻ കഴിഞ്ഞു. 3 മാർക്ക് സുഖമായിട്ട് ഈ ഭാഗത്തുനിന്ന് നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ആ ഡെറിവേഷൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് നോക്കേണ്ട മറ്റൊരു സാധനമാണ്, സ്കെയിൽ ഓൺ ആയതാ എന്ന സാധനമാണ് ബാക്ക് EMF എന്താണുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ബാക്ക് EMF. ഒന്നുമല്ല, ബാക്ക് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സെൽഫ് ഇൻഡക്ഷനിൽ എവിടെ ഉണ്ടാവുന്നത്,
സെൽഫ് ഇൻഡക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഒരു കോയിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഒരു കോയില്, ആ കോയിലേക്ക് കറണ്ട് കടത്തി വിടുന്നു. കറണ്ട് കടത്തിയിട്ടപ്പോൾ ആ കോയിലിന് ചുറ്റും എന്തുണ്ടായി? ഫീൽഡ് ഉണ്ടായി. ഈ ഫീൽഡ് എന്ത് ഉണ്ടാക്കുന്നു? ഒരു EMF ഉണ്ടാക്കുന്നു. എവിടെ? ഇതേ സെയിം കോയിലിനകത്ത് തന്നെ. നമ്മൾ ഫാരഡേയുടെ ലോയില് ഈ ലെൻസസിന്റെ ആ ഡയറക്ഷനും കൂടി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ കൊടുക്കുന്ന ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ, കറണ്ട് എങ്ങനെയാണെങ്കിൽ അതിനെ എതിർക്കുന്ന തരത്തിലാണ് അവിടെ എന്തുണ്ടാവുക? EMF ഉണ്ടാവുക. ആണല്ലോ ഇവിടെയുള്ള കറണ്ടിനെ എതിർക്കുന്ന, അതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലാണ് അവിടെ എന്തുണ്ടാവുക? EMF ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ EMF എന്ത് ചെയ്യും? EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് അല്ലെ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പണ്ടുള്ളവർക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയതിന്റെ ഭാഗമായിട്ട് അതങ്ങനെ ഫോളോ ചെയ്ത് വന്നതാണ്. അത് വേറെ കഥയാണ്, നമ്മളിപ്പോൾ അതിന് ഡിസ്കസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ എന്തുണ്ടായി? അവിടെ EMF ഉണ്ടായി. EMF എന്ന് വെച്ചാൽ വോൾട്ടേജ് ആണ്. വോൾട്ടേജിനോട് ചേർന്നിട്ട് എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കൊടുക്കുന്ന ഈ കറണ്ട് ഫ്ലോനെ എഗെയിൻസ്റ്റ് ആണ് ഇവിടെ എന്തുണ്ടാവുക? EMF മൂലം ഉള്ള കറണ്ട്, EMF മൂലമുള്ള കറണ്ട് എന്ത് ചെയ്യുക? ഇവിടെ ഉണ്ടാവുക. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്ത് ഒരു കറണ്ട് ഇതിനുള്ളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന്റെ മോഷനെ അല്ലെങ്കിൽ കറണ്ടിന്റെ ചേഞ്ചിനെ അത് എതിർക്കല്ലേ ചെയ്യുക അല്ലേ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കറണ്ടിനെ എന്ത് ചെയ്യുന്നു? എതിർക്കുന്ന തരത്തിലാണ് EMF ഉണ്ടാക്കുന്ന കറണ്ട് കിട്ടുക അല്ലേ? അതായത് ഇവിടെ ഇത്ര എഴുതിയിട്ടുള്ളൂ, സെൽഫ് ഇൻഡെക്സിലെ EMF എന്ന് പറയുന്നത് ബാക്ക് EMF എന്നും നമ്മൾ വിളിക്കും. കാരണം എന്താ? അത് എന്ത് ചെയ്യും? കറണ്ടിൽ ഉണ്ടാവുന്ന ഏതൊരു ചേഞ്ചിനെയും ഒപ്പോസ് ചെയ്യും. അതായത് ഒന്നുമല്ല, അവിടെ കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ഫ്ലക്സ് ഉണ്ടാവുക. ആ ചേഞ്ചിനെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? EMF മൂലമുള്ള കറണ്ട് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ അവിടെ സെൽഫ് ഇൻഡക്ഷനിൽ ഉണ്ടാവുന്ന EMF-നെ നമ്മൾ ഒരു പേര് കൂടി ചേർത്തിട്ട് വിളിക്കും ബാക്ക് EMF. ഇനി നിങ്ങൾ നോക്കി, ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക. ഇത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക നമ്മൾ എവിടെ കേട്ടിട്ടുള്ളത്? മെക്കാനിക്സിൽ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ മെക്കാനിക്സിൽ എന്താ കേട്ടിട്ടുള്ളത്? മെക്കാനിക്സിൽ നമ്മളൊരു വാക്ക് കേട്ടിട്ടുണ്ട്. എന്താ? ഇനേർഷ്യ എന്ന് വെച്ചാൽ എന്താ? ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച് അല്ലെ? ചേഞ്ച് എന്താവാം? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എന്താ? ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെ? അല്ലെങ്കിൽ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. എങ്ങനെയായാലും ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച്, മാറ്റത്തിന് ഉൾക്കൊള്ളാൻ പറ്റായ ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇനേർഷ്യ. ഇവിടെ നോക്കിയേ, ഈ ബാക്ക് EMF എന്താ ചെയ്യുന്നത്? കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മെക്കാനിക്സിൽ എങ്ങനെയാണോ ഇനേർഷ്യ അല്ലെ, അതുപോലെ മെക്കാനിക്സിലെ ഇനേർഷ്യയുടെ റോൾ എന്താണോ ഇവിടെ ആ റോൾ ചെയ്യുന്നത് ആരാ? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലേ EMF ഉണ്ടാക്കിയത്? IMF-നല്ലേ നമ്മൾ ബാക്ക് EMF വിളിച്ചത്. അപ്പോൾ റോൾ ഓഫ് ഇനേർഷ്യ ഇവിടെ ആർക്കാണ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ആർക്കാ? സെൽഫ് ഇൻഡക്സിനാണ് റോൾ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരാ അവിടെ ഇനേർഷ്യ ഉണ്ടാക്കണേ? മെക്കാനിക്സിലായിട്ട് പറയണേ. ഫസ്റ്റ് ഇയറിലേക്ക് പോയാൽ മതി, 4ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. അവിടെ ആരാ ഇനേർഷ്യ ഉണ്ടാക്കണേ? നമുക്കറിയാം, മാസ് ആണ് നമുക്ക് ഇനേർഷ്യ ഉണ്ടാക്കുക. മാസ് കൂടിയ ആൾക്ക് ഇനേർഷ്യ കൂടുതലായിരിക്കും, മാസ് കുറഞ്ഞ ആൾക്ക് ഇനേർഷ്യ കുറവായിരിക്കും. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ അത് പറയാറുണ്ട്. ആന കുത്താൻ വരുമ്പോൾ വളഞ്ഞു ഓടിയാൽ മതി എന്ന്. എന്താ സംഭവം? ആനയ്ക്ക് മാസ് കൂടുതല, ആനയ്ക്ക് എന്ത് കൂടുതല? ഇനേർഷ്യ കൂടുതല. വളഞ്ഞ വഴി കൂടെ ഓടുമ്പോൾ ആനയ്ക്ക് ആ ഡയറക്ഷൻ അനുസരിച്ച് പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റിയിട്ട് ഓടാൻ ആർക്ക് പറ്റില്ല? ആനയ്ക്ക് പറ്റില്ല. കാരണം ആനയ്ക്ക് മാസ് കൂടുതലായതുകൊണ്ട് ഇനേർഷ്യയും കൂടുതല. അപ്പൊ മാസ് ഉണ്ടാക്കണം, ഇനേർഷ്യ ഉണ്ടാക്കുന്നത് മാസാണ് എങ്കിൽ നമുക്കിവിടെ എന്താ പറയാം? ഇലക്ട്രോമാഗ്നറ്റിക്സിൽ മാസിന്റെ അനലോഗ് ആരാണ്? സെൽഫ് ഇൻഡക്റ്റൻസ്. ഈ രണ്ട് കാര്യമായിട്ട് ഇങ്ങനെയും ചോദിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. എങ്ങനെ പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് അടിച്ച് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, സുഖമായിട്ട് നമുക്ക് കിട്ടും. ഇലക്ട്രോമാഗ്നറ്റിക്സിലെ മാസിന്റെ അനലോഗ് ആരാണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. എന്തുകൊണ്ടാണ് മാസിന്റെ അനലോഗ് എന്ന് പറയണേ? അത് എന്ത് ചെയ്യുന്നു? റോൾ ഓഫ് ഇനേർഷ്യയുടെ റോള് ഇവിടെ ചെയ്യുന്നത് ആരാണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് പരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ 2 കുഞ്ഞ് ഡെറിവേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മുടെ ഗതമുഹുവ, ടാറ്റ ബൈ ബൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ 2 ഡെറിവേഷൻ നമുക്ക് നോക്കാം. എനർജി സ്റ്റോർ ഇൻ ദ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന, ഇൻഡക്ടർ എന്ന് വെച്ചാൽ സെൽഫ് ഇൻഡക്ഷൻ സാധ്യമാകുന്ന എന്തിനേയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡക്ടർ. ഒരു സോളിനോഡിനെ നേരത്തെ ഈ കാണുന്ന അപ്പാരറ്റസിൽ കണക്ട് ചെയ്ത് വെച്ചാൽ ഇതെന്തായി? ഇത് ഇൻഡക്ടറായി മാറി. അത്രേ ഉള്ളൂ. ഇൻഡക്ടർ എന്ന് പറഞ്ഞ ടൈം അത് സെൽഫ് ഇൻഡക്ഷൻ എവിടെയോ നടക്കുന്നത്, ആ നടക്കുന്ന ആളെയാണ് നമ്മൾ ഇൻഡക്ടർ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഡെറിവേഷൻ നമുക്ക് കുറച്ച് വലിയ സ്റ്റെപ്സ് ആയിട്ട് എഴുതാൻ പറ്റും, ഷോർട്ട് കട്ടിലൂടെ എഴുതാൻ പറ്റും. നമ്മൾ തൽക്കാലം ഷോർട്ട് കട്ടിലൂടെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയ സെൽഫ് ഇൻഡക്റ്റൻസ് നടക്കുമ്പോൾ ആ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഒരു വർക്ക് ചെയ്യണം അല്ലെ? എന്താ? അതിന് ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു EMF ഉണ്ടാവുന്നത്. ഓൾറെഡി ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫിഗർ വീണ്ടും എടുക്കാം. അവിടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് പാസ് ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? EMF ഉണ്ടാവേണ്ടത്. അങ്ങനെ എതിർത്തുകൊണ്ട് EMF ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒരു വർക്ക് ചെയ്യണം. അപ്പൊ ആ EMF ചെയ്യുന്ന വർക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
കുഞ്ഞ വർക്ക് ചെറിയ DMF ചെയ്യണമെങ്കിൽ കുഞ്ഞ വർക്ക് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, VI dt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് ശരിക്കും വന്നത് ഇക്വേഷൻ വന്നത് വേറൊരു ഇക്വേഷൻ ആണ്. ഇലക്ട്രിക്കൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിക്കാനുണ്ട്, VIT എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ആ VITയിൽ നിന്നാണ് നമുക്ക് എന്ത് എത്തിയിട്ടുള്ളത്, ഈ വർക്കിലേക്ക് എത്തിയിട്ടുള്ളത്. ആ എനർജിയും വർക്കും ഒന്നാണ് നമുക്കറിയാം. അതായത് എനർജിയാണ് വർക്ക്, അല്ലെങ്കിൽ വർക്ക് എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു ദ വർക്കാണ് നമുക്കറിയാം. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചെറിയ വർക്ക് ആകുമ്പോൾ VI dt എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്, അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അതൊന്നും ഇപ്പം നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടുത്തെ കുഞ്ഞ് വർക്ക് എന്ന് പറയുന്നത്, സ്മോൾ വർക്ക് എന്ന് പറയുന്നത് എന്താന്ന് പഠിക്കുക. ആരാ വർക്ക് ചെയ്യണേ, EMF ആണ്. EMF എന്ന് വെച്ചാൽ ബാറ്ററിയാണ് തൽക്കാലം ഇവിടെ EMF കൊടുക്കുന്നത്. അപ്പോൾ ബാറ്ററി എന്ത് ചെയ്യണം, ഈ EMF-നെ അഗേൻസ്റ്റ് ഒരു വർക്ക് ചെയ്താൽ മാത്രമാണ്, അല്ലെ ബാക്ക് EMF ഉണ്ടാവുന്നുണ്ട്, അതിന് അഗേൻസ്റ്റ് ഒരു വർക്ക് ചെയ്താൽ മാത്രമാണ് ബാറ്ററിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറണ്ട് ഫ്ലോ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാറ്ററി ചെയ്യുന്ന വർക്കാണ് എന്ത് പറയുന്നത്, DW എന്ന് പറയുന്നത്, വർക്ക് ഡൺ ബൈ ദ ബാറ്ററി. നമുക്ക് എന്ത് കിട്ടും, DW VI dt എന്ന് നമുക്ക് കിട്ടും. ഈ അവിടുത്തെ വിയുടെ പൊട്ടൻഷ്യലിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ അത് പഠിച്ചു വെക്കുക. V നമ്മുടെ ഇൻഡക്ടൻസുമായി ചേർന്ന് നിൽക്കുന്ന ഇക്വേഷൻ ആണ്. V L di/dt എന്നുള്ളതാണ് ആ ഇക്വേഷൻ. ഇത് വന്നത് എവിടുന്നാന്ന് ആലോചിച്ച് തലപുണ്ണാക്കണ്ട, ജസ്റ്റ് അങ്ങനെ ആരെങ്കിലും കൺഫ്യൂഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഇല്ലെങ്കിൽ ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചു വെക്കുക. നമ്മൾ പഠിച്ചു അപ്സലോൺ എന്ന് വെച്ചാൽ എന്താ, EMF എന്താന്ന് പഠിച്ചു നമ്മൾ, EMF Li ആണെന്ന് പഠിച്ചു. അപ്പോൾ ഈ അപ്സലോണിന് എന്ത് ചെയ്താൽ മതി, ഫ്ലക്സ് Li ആണെന്ന് നമ്മൾ പഠിച്ചു. Li ആണെന്ന് നമ്മൾ പഠിച്ചു. ഫ്ലക്സ് എന്ന് നമുക്ക് EMF കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനെ d∅dt ചെയ്താൽ മതി. മൈനസ് ഉണ്ട്, ഇവിടെ നമ്മൾ പ്ലസ് ആയിട്ടാണ് എടുക്കുന്നത്. d∅dt ചെയ്താൽ മതി. അപ്പോൾ അതിന് Li-നെ d∅dt ചെയ്യുമ്പോൾ L നമുക്കൊന്നും ചെയ്യണ്ടല്ലോ, പിന്നെ ആർക്കാ d/dt കൊടുക്കുക, I-നെ കൊടുക്കാം. അത്രയും കാര്യങ്ങൾക്കൊന്നും നമ്മൾ ബോധർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഷോർട്ട് കട്ടിലൂടെ ഫിസിക്സ് പഠിക്കാണ് വേണ്ടത്. പക്ഷെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ V-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, L di/dt എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്കിനെ എങ്ങനെ എഴുതാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതാം, വിക്ക് പകരം L di/dt, പിന്നെ ബാക്കി ആരുണ്ട്, I ഉണ്ട്, dt ഉണ്ട്, ഇക്വേഷനിൽ I ഉണ്ട്, dt ഉണ്ട്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് കുഞ്ഞ വർക്കല്ല വേണ്ടത്, നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ വർക്ക് നമുക്ക് ഇവിടെ എന്ത് വേണം, നമുക്ക് കണ്ടെത്തണം. ആ ഫുൾ വർക്കാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ എന്ത് ചെയ്യാം, dt വെട്ടി പോവും. നമുക്ക് എന്ത് കിട്ടും, LI/di എന്ന് കിട്ടും. L ഇവിടെ ഉണ്ട്, I ഇവിടെ ഉണ്ട്, di നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ കുഞ്ഞ വർക്ക്. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്, എന്ത് ചെയ്താൽ മതി, ഈ കുഞ്ഞ വർക്ക് ഡണ്ണെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, കുഞ്ഞ വർക്ക് ഡൺ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ Li/di. L കോൺസ്റ്റന്റ് ആണല്ലോ, സെൽഫ് ഇൻഡക്ടൻസ് ആണ്, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനുള്ള കൊണ്ടുവന്നാണ് അല്ലേ. അതിന് പുറത്തെടുത്തു, ബാക്കി എന്ത് കിട്ടും, I/di. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ആലോചിച്ച് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും ഇത് വരുന്നത്, ഞാൻ വീണ്ടും പറഞ്ഞു, ശരിക്കും വരുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിക്കുന്നു മാത്രം. ഇന്റഗ്രൽ x⁻n dx-ന് നമുക്കൊരു ജനറൽ ഫോർമുല ഉണ്ട്, എന്താ, x⁻n+1/n+1. അങ്ങനെയാണ്. ഇവിടെ x-ന് വരെ I ആണ്, പവർ എത്രയാണ്, 1 ആണ്. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. എന്ത് കിട്ടും, ഇതിന് ഇത്രയും ഭാഗത്തിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ, L ഇവിടെ ഉണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I²/2 ആണ് കിട്ടുക. ഓക്കെ, I²/2 ആണ്. ഇതാണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്, അവിടുത്തെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ U = ഈ വർക്ക് ഡൺ ആണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. നമുക്ക് എന്ത് എഴുതാം, ½ Li². ഓക്കെ, ഈ വർക്ക് ഡൺ എന്തായിട്ട് സ്റ്റോർ ചെയ്തു, എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയാണ് ഇതിന്റെ ഡെറിവേഷൻ. വളരെ കുറച്ച് സ്റ്റെപ്സിൽ നമുക്ക് വളരെ ഈ ഡെറിവേഷൻ ഒന്നും പൂർണ്ണമായി ബൈഹാർട്ടില്ലാതെ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. ഒന്ന് ഈ ഇക്വേഷനും ഒന്ന് ഇന്റഗ്രേഷന്റെ ഈ റിസൾട്ടും. ബാക്കിയെല്ലാം നമുക്ക് ഈ ഡെറിവേഷൻ ആലോചിച്ചാൽ നമ്മൾ തന്നെ കാണാതെ പഠിച്ചാൽ, അതായത് ബൈഹാർട്ട് അല്ലാതെ തന്നെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ലാസ്റ്റ്, അതായത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ, ഒരു AC ജനറേറ്റർ. അപ്പോൾ എന്താണ് ഒരു AC ജനറേറ്റർ, അതറിഞ്ഞാലല്ലേ നമുക്ക് ബാക്കി അറിയാൻ പറ്റുള്ളൂ. ജനറേറ്റർ എന്താ, നമ്മൾ എപ്പോഴും ഡെയിലി ലൈഫിൽ കേൾക്കണ വാക്കാ ജനറേറ്റർ എന്ന്. എന്താ ഈ സംഗതി, എന്തിനാ ജനറേറ്റർ ഉപയോഗിക്കുക, കല്യാണ വീട്ടിലായിക്കോട്ടെ മറ്റെവിടെയിലായിക്കോട്ടെ ജനറേറ്റർ കൊടുന്ന് വെക്കാറുണ്ട്. പെട്രോളും ഡീസലൊക്കെ നമ്മൾ അതിൽ ഒഴിക്കും. നമുക്ക് എന്താ ജനറേറ്റർ തിരിച്ചു തരിക, ജനറേറ്റർ നമുക്ക് കറണ്ട് തരുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്, ഒരു മെക്കാനിക്കൽ എനർജി അല്ലേ, അതെന്ത് ചെയ്യുന്ന നമ്മുടെ ജനറേറ്ററിൻ്റെ ഉള്ളിൽ കറങ്ങാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ കറങ്ങായിട്ടാണ് അത് എനർജി ഉണ്ടാക്കണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ കറങ്ങാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് പെട്രോളും ഡീസലും വഴി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എന്താ ബേസിക്കലി ജനറേറ്റർ എന്താ ചെയ്യുന്നത്, ഒരു മെക്കാനിക്കൽ എനർജിയെ ഒരു ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുകയാണ്. ജനറേറ്റർ എത്ര ചെയ്യുന്നുള്ളൂ, ഒരു മെക്കാനിക്കൽ എനർജിയെ, അതായത് കറങ്ങണ എനർജി മെക്കാനിക്കൽ എനർജി, അതിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജി, അതായത് കറണ്ടായിട്ട് നമുക്ക് കൺവേർട്ട് ആവുകയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്
വർക്കിംഗ് പ്രിൻസിപ്പിൾ. സെൽഫ് ഇൻഡക്ഷൻ അത് ഇതൊന്നും എഴുതി വെക്കരുത്. നിങ്ങൾ എന്ത് എഴുതി വെക്കണം? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് തന്നെ പരീക്ഷയ്ക്ക് എഴുതി വെക്കണം. ഓക്കെ, ഇനി എന്താണ് ജനറേറ്ററിനുള്ളിൽ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നോക്കി ഇതിലത്തെ ഉള്ളിലെ ആളുകളെയൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. ഈ ആളുകളെയൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ എന്തുണ്ട്? ഒരു മാഗ്നറ്റ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് 2 മാഗ്നറ്റ് ആയിട്ട് കൂട്ടാം, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാം? ഒറ്റ മാഗ്നറ്റ് ആണ് എന്ന അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. എന്തിനായിക്കോട്ടെ, ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെയും ഇടയിൽ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഒരു കോയിൽ വെച്ചിട്ടുണ്ട്. ഈ കോയിലിന്റെ പേരാണ് ആർമേച്ചർ കോയിൽ എന്ന് വിളിക്കുന്നത്. ഈ കോയിലിനെയാണ്. ഈ കോയിലിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കോയിലിനെ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ റൊട്ടേറ്റ് ചെയ്യും അല്ലെ? ഈ കോയിലിന് ഇവിടെ നമ്മൾ ഇതാ കൊടുത്തിട്ടുണ്ട്, റൊട്ടേറ്റ് ചെയ്യും. ഒരു എക്സസ്, അത് സാങ്കല്പികമായിട്ടുള്ള ഒരു എക്സസ് ആണ്. അവിടെ എന്ത് ചെയ്യും? നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും അല്ലെ? ഇങ്ങനെ കാണുന്ന ഈ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എന്തുണ്ട്? ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഈ സാധനം ടൈമിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ടൈമിനനുസരിച്ച് എന്തുണ്ടാക്കും? ഈ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്ത് പോവും. ടൈം മാറുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു ഫ്ലക്സിന് ചേഞ്ച് വരും അല്ലെ? ഈ കാണുന്ന ഏരിയയിലെ ഫ്ലക്സിന് ചേഞ്ച് വരും. ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ പിന്നെ എന്തുണ്ടാവും? പറയേണ്ട ആവശ്യം ഉണ്ടാവും? ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ ഇതിലൂടെ എന്തൊഴുകും? ഒരു കറണ്ട് ഒഴുകും. ഓക്കെ, അങ്ങനെ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ അല്ലെ, അദ്ദേഹം പറഞ്ഞ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റിയെന്ന്. റൊട്ടേറ്റ് ചെയ്യലാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് അല്ലെ? അവിടെ നമുക്ക് കിട്ടും? ഒരു കറണ്ട് ഫ്ലോ കിട്ടും. അപ്പൊ എന്താ പ്രിൻസിപ്പിൾ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? കറണ്ട് കടത്തി വിടുന്നു. കറണ്ട് ഉണ്ടായില്ലോ, ഈ കറണ്ട് നമുക്ക് കിട്ടണ്ടേ? ഈ കറണ്ട് കിട്ടണമെങ്കിൽ ഈ ആർമേച്ചർ കോയിലിനെ 2 സാധനങ്ങളായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം ഒരു സ്ലിപ്പ് റിംഗ് ആയിട്ട് കണക്ട് ചെയ്യും. ആ സ്ലിപ്പ് റിംഗിനെ എന്ത് ചെയ്യും? കാർബൺ ബ്രഷിനായിട്ട് കണക്ട് ചെയ്യും. അവിടെ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നത്? ഓൾട്ടർനേറ്റീവ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് EMF നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പൊ 4 ഭാഗങ്ങളാണ് ഒരു AC ജനറേറ്ററിനുള്ളത്. ഓർത്ത് വെക്കുക, മാഗ്നറ്റ്, കോയിൽ, വെറുതെ കോയിൽ എന്ന് പറഞ്ഞാൽ പോരാ, ആർമേച്ചർ കോയിൽ എന്ന് പറയാൻ പഠിക്കുക. പിന്നെ ആർമേച്ചർ കോയിലാണ് കറങ്ങുമ്പോഴാണ് ഇവിടെ കറണ്ട് ഉണ്ടാവുന്നത്. ആ കറണ്ട് ഇങ്ങനെ നമുക്ക് പുറത്തെത്തിക്കണം. അതെടുക്കാനുള്ള ആൾക്കാരാണ് സ്ലിപ്പ് റിംഗ്സ്. ഈ കാണുന്ന സ്ലിപ്പ് റിംഗ്സും അതുപോലെ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള കാർബൺ ബ്രഷസും. അതും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സാധനങ്ങളുടെ പേര് മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവുക. നമുക്ക് പഠിക്കേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അറിയേണ്ടത് ഇവിടെ ഉണ്ടാകുന്ന EMFന്റെ ഡെറിവേഷൻ ആണ്. ഓക്കെ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ AC വോൾട്ടേജ് പ്രൊഡ്യൂസ് ഇൻ ദ AC ജനറേറ്റർ എന്നാണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്? EMF തന്നെയാണ്. അവിടുത്തെ EMF അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ, നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. എവിടുന്ന് തുടങ്ങുക? 5 അല്ലേ? 5 കാണപ്പെടാൻ പഠിച്ചായിരുന്നു വിചാരിക്കുന്നു. എന്താ? BA cos തീറ്റ. വീണ്ടും ഞാൻ cos തീറ്റ എന്ന് എഴുതണോ? BA cos തീറ്റ. തീറ്റ എന്ന് പറയുന്നത് 0, അപ്പൊ cos തീറ്റ എന്ന് പറയുന്നത് 1. അപ്പൊ അതെന്തായി മാറും? cos തീറ്റ 1 ആയി കഴിഞ്ഞാൽ BA മാത്രമായിട്ട് കിട്ടും. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തെന്നില്ല. ഓക്കെ, സോറി, ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും ഡെറിവേഷൻ എടുത്തപ്പോൾ പറ്റിയൊരു ചേഞ്ച് തെറ്റാണ്. ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടെ cos തീറ്റ തന്നെ എഴുതണം. ഇവിടെ നമുക്ക് ഈ സാധനം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ? ഫിക്സഡ് ആയിട്ട് ഇരുന്നിട്ട് ഇവിടെ ഫ്ലക്സ് മാറുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് തീറ്റ 0 എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു വന്ന് ഫ്ലോ വന്നപ്പോൾ ആ സാധനം അങ്ങനെ പോയി. ഇവിടെ തീറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല? 0 എന്ന് പറയാൻ പറ്റില്ല. തീറ്റ ഓരോ സമയത്തും തീറ്റ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് തീറ്റ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ തീറ്റ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ തീറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. തീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇത് റൊട്ടേഷൻ അല്ലേ? റൊട്ടേഷണൽ മോഷൻ അല്ലേ സംഭവിക്കുന്നത്? റൊട്ടേഷണൽ മോഷനിൽ എന്ത് വെലോസിറ്റിയാ? ആംഗുലാർ വെലോസിറ്റി. ഫസ്റ്റ് ഇയറിലേക്ക് പോവാം. ആംഗുലാർ വെലോസിറ്റി അല്ലേ? ആ ആംഗുലാർ വെലോസിറ്റി എന്താന്ന് പറഞ്ഞിട്ട് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇത് നമ്മുടെ ഇത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ തീറ്റ. ആ തീറ്റ ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? ഈ ടി എന്നുള്ളത് മുകളിലേക്ക് പോയാൽ പോരെ അല്ലേ? ഈ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ കിടന്ന ആൾ ഇവിടേക്ക് പോകുമ്പോൾ എത്രയാവും? ന്യൂമറേറ്ററിലേക്ക് പോകും. ഇവിടെ ഓൾറെഡി ഒമേഗ ഉണ്ട്. ഈ ടി യൂണി വന്നാൽ ഒമേഗ ടി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ ഫൈനെ എങ്ങനെ എഴുതാൻ പറ്റും? BA cos ഒമേഗ ടി എന്ന് എഴുതാം. കാരണം എന്താണെന്നറിയോ? ഇവിടെ നേരത്തെ പോലെയൊക്കെ മാറാൻ എഴുതാതിരിക്കാൻ കാരണം ഇവിടെ ടി വരുന്നുണ്ട് ഒമേഗയ്ക്ക്. ടിയുടെ ടേംസിൽ പറയുകയാണെന്ന് വെച്ചാൽ എന്താ? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതായത് ടൈം മാറുന്നതനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? തീറ്റ മാറുന്നുണ്ട്. ഓരോ ടൈമിൽ ഓരോ തീറ്റയാണ്. 5 സെക്കൻഡിലെ തീറ്റ ആവില്ല 10 സെക്കൻഡിലെ, അതാവില്ല 100 സെക്കൻഡിലെ. അപ്പൊ ആ ടൈമിനനുസരിച്ച് തീറ്റയുടെ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്? ഒമേഗ ടി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ വീണ്ടും പറഞ്ഞു, ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു കോയിലാ കൊടുത്തിട്ടുള്ളൂ അല്ലേ? ഒരു കോയില കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ മോട്ടർ പൊളിച്ചു നോക്കിയത് കണ്ടിട്ടുണ്ടോ? മോട്ടർ വൈൻഡ് ചെയ്യാന്നൊക്കെ പറയും. കുറേ ചെമ്പ് കമ്പി ചുറ്റി വെച്ചത് കാണാൻ പറ്റും. കോയിൽസ് ഉണ്ടാക്കാനാ? ആർമേച്ചർ കോയിൽ ഉണ്ടാക്കാനാ? അത് ഒരു കോയിലാണ് ഉള്ളത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മോട്ടർ പൊളിച്ച് കണ്ടിട്ടുണ്ടോ? വീട്ടിലെ മോട്ടറൊന്നും പൊളിച്ചു നോക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക? ഈ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു കോയിലല്ല ഉള്ളത്. എത്ര ഉണ്ട്? ഇഷ്ടം പോലെ കോയിൽ അതിനകത്ത് ഉണ്ട് അല്ലേ? ഒരു കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സ് ആണ് BA cos ഒമേഗ ടി എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ ഫ്ലക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എത്ര ടേൺസ് ഉണ്ട് നമുക്കറിയില്ല. അപ്പൊ N ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ NBA cos
ഒമേഗ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് ഫ്ലക്സ് അല്ല, നമുക്ക് ഫ്ലക്സ് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? EMF ആണ്, വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരെ ഫാരഡേയുടെ ലോ പോവുക. അവിടെ എല്ലാം പഠിക്കണമെങ്കിൽ എന്ത് വേണം? ഫാരഡേ ലോ അപ്ലൈ ചെയ്താൽ മതി. ഫ്ലക്സ് കണ്ടുപിടിക്കുക, ഫാരഡേ ലോ അപ്ലൈ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതിൽ ഏത് ഡെറിവേഷനുകൾ എടുത്ത് നോക്കി? ഫ്ലക്സ് കണ്ടുപിടിച്ചു, ഫാരഡേ ലോ അപ്ലൈ ചെയ്തു, EMF കിട്ടി. ഫ്ലക്സ് കണ്ടുപിടിച്ചു, ഫാരഡേ ലോ അപ്ലൈ ചെയ്തു, EMF കിട്ടി. സിമ്പിൾ. എല്ലാം ഒരേ പാറ്റേൺ ആണ്, ആലോചിച്ച് വെക്കാൻ എളുപ്പമാണ്. ഫാരഡേ ലോ കൊടുക്കുക എന്താ? -d∅dt ആണല്ലോ. അപ്പം -d/dt അവിടെ നിർത്തി. ഫൈക്ക് പകരം ആരെ കൊടുക്കുക? NBA cos ωt. നിങ്ങൾ നോക്കിയേ, n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് അല്ലേ? അത് മാറുമോ? ഇല്ല. അതായത് ഒരു ജനറേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനറേറ്റർ നമ്പർ ഓഫ് ടേൺസ് ഇടയ്ക്കിടയ്ക്ക് മാറുമോ? സമയം കൊണ്ടനുസരിച്ച് മാറുമോ? മാറില്ല. B അവിടുത്തെ ഈ മാഗ്നറ്റ് മാറുന്നുണ്ടോ? ഇല്ല. ഒറ്റ മാഗ്നറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മാഗ്നറ്റ് മാറുന്നില്ല. അപ്പൊ n കോൺസ്റ്റന്റ്, B കോൺസ്റ്റന്റ്. നോക്കിയേ, ഈ കാണുന്ന ഏരിയ മാറുമോ? മാറില്ല. ടേൺസ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ, ഏരിയ മാറുന്നില്ല അല്ലേ? അപ്പൊ A കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡെറിവേറ്റീവിന്റെ പുറത്തേക്ക് ഇവരേനൊക്കെ എടുക്കാം. NBA പുറത്തേക്ക് എടുത്തു, മൈനസ് ഓൾറെഡി പുറത്തുണ്ട്. പിന്നെ എന്തുണ്ട്? d/dt ഓഫ് cos ωt. ഇത് നമ്മുടെ മാത്സിലെ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അതുകൊണ്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്താ? d/dt ഓഫ് cos ωt എന്ന് പറയുന്നത് എന്താണ്? -ω sin ωt ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഓക്കെ, രണ്ട് കാര്യം ഇവിടെ പഠിക്കാനുള്ളൂ. രണ്ട് കാര്യമില്ല, അവിടെ ഒറ്റ കാര്യം തന്നെ പഠിക്കാനുള്ളൂ. എന്താ? d/dt ഓഫ് cos ωt എന്ന് പറയുന്നത് -ω sin ωt ആണ്. ഡെറിവേറ്റീവ്സിനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടണം. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, മൈനസ് കോസ് ആണ്. പിന്നെ അവിടെ എന്ത് വരുന്നുണ്ട്? ചെയിൻ റൂൾ ഒക്കെ കൊടുത്തിട്ടാണ് ഇത് വരുന്നത്. അത്രയൊന്നും ഭാരിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ ഈക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. അത് എന്ത് ചെയ്യുക? ഇവിടെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? epsilon -NBA ഈ d/dt ഓഫ് cos ωt ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? -ω sin ωt എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? -ω sin ωt. അവിടെ കുറയ്ക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട വെച്ചിട്ടാണ് ഇൻറ്റു ഇട്ടിട്ടുള്ളത്. അപ്പോൾ നോക്കി, രണ്ട് മൈനസ് അല്ലേ? ഇത് കുറയ്ക്കലല്ല കേട്ടാ, ഇതിവിടെ ഇൻറ്റു തന്നെയാണ്. അതാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടുള്ളത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതൊന്നും എഴുതാം, നമുക്ക് തെറ്റിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, NBA ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? -ω sin ωt എന്ന് കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്, അത് പോയി. ബാക്കി നമ്മുടെ ഫൈഡ് ഇക്വേഷൻ എന്ത് കിട്ടും? NBA cos ωt. ഇവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി കൊടുക്കുന്നു, വേറെ ഒന്നുമല്ല. NBA-ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് epsilon 0. NBA-നെ ഞാൻ അങ്ങനെ വിളിക്കുകയാണ്, epsilon 0 എന്ന് വിളിക്കുകയാണ്. അതായത് അവിടുത്തെ മാക്സിമം EMF ആണ് epsilon 0 എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം EMF ആണ് epsilon 0. അതിന് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു? മാക്സിമം വാല്യൂ ഓഫ് EMF-നെ epsilon 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്തായി മാറി? ഫൈനൽ നമ്മൾ ഭംഗിയുള്ളൊരു അറിയണ ഒരു ഇക്വേഷൻ ആക്കി മാറി. epsilon epsilon 0 NBA-ക്ക് പകരമാണ് അല്ലേ? ഇവിടെ കാണുന്ന NBA-ക്ക് പകരമാണ് ഈ epsilon 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. epsilon 0 അല്ലേ? epsilon 0 ബാക്കി ആരുണ്ട്? cos ωt. ഇതാണ് AC ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന്റെ അല്ലെങ്കിൽ EMF-ന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇതിൽ സത്യത്തിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഒരു ഡെറിവേഷനാണ്. അത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇതിൻ്റെ നോട്ട് ഈ വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ കൈയക്ഷരം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ പറയാം. അതിനനുസരിച്ച് നമുക്ക് നോട്ടിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ നമ്മുടെ കയ്യിലിരിക്കും. ഈ ചാപ്റ്ററിന് 3-4 മാർക്ക് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ, ഇത് മുഴുവൻ ബൈഹാർട്ടല്ലാതെ കുറച്ച് ബൈഹാർട്ടും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നല്ല വൃത്തിക്ക് നമുക്ക് എഴുതാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തട്ടെ.